പഴകുളം മധു, താങ്കളൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളൊക്കെ വെറും പൊള്ളയാണ് എന്നാണ് എം വി ഗോവിന്ദൻ ഇന്ന് പറഞ്ഞത്. ആദ്യം സംഘപരിവാർ ആയിരുന്നു ഈ പ്രചാരണം ഏറ്റെടുത്തത്, പിന്നെ അത് കോൺഗ്രസ് ഏറ്റെടുത്തു എന്നാണ് ഇന്ന് ശ്രീ എം വി ഗോവിന്ദൻ പറഞ്ഞത്. താങ്കളുടെ മറുപടി? അല്ല, എം വി ഗോവിന്ദൻ ഈ കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹത്തിൻ്റെ സ്ഥാനം വലുതാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ ഒരു പരിഹാസ്യ കഥാപാത്രത്തിൻ്റെ രൂപവും ഭാവവുമാണ് പ്രകടിപ്പിക്കുന്നത്. അദ്ദേഹം എന്താണ് പറയുന്നത്? കേരളത്തിലെ ജനങ്ങളെല്ലാം പമ്പര വിഡ്ഢികളാണെന്നും ഇവർ കാണിക്കുന്നതെല്ലാം ശരിയാണെന്നാണോ? ഇവർ ഗീബൽസിനെ പോലെ നുണകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ജനങ്ങളെല്ലാം അങ്ങ് വിശ്വസിക്കുമെന്നാണോ? സത്യത്തിൽ ശബരിമല തീർത്ഥാടനം ഇവ തകർത്തു. അത് സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനും CPM പാർട്ടിക്കും ഉള്ള ശത്രുത, പക, അത് തീർക്കാൻ ആണോ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചിന്തിക്കുന്ന ആൾക്കാരെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. അത്രവണ്ണം കെടുകാര്യസ്ഥതയും അല്ലെങ്കിൽ ഉത്തരവാദിത്വ ബോധമില്ലായ്മയാണ് അവർ കാണിച്ചത്. ഓരോരോ ചെറിയ കാര്യങ്ങൾ എടുത്താൽ അതിലെല്ലാം ഒരു വീഴ്ചയുണ്ട്. അപ്പോൾ അവിടേക്കുള്ള യാത്രയ്ക്ക് പോകുന്ന വാഹനങ്ങളുടെ ക്രമീകരണമാണെങ്കിൽ, വഴിനീളെ വാഹനങ്ങൾ തടഞ്ഞിട്ട കാര്യമാണെങ്കിൽ, കുടിവെള്ളത്തിൻ്റെ കാര്യമാണെങ്കിൽ, ക്യൂവിൻ്റെ കാര്യമാണെങ്കിൽ, വെർച്വൽ ക്യൂവിൻ്റെ കാര്യമാണെങ്കിൽ, പോലീസുകാരുടെ വിന്യാസമാണെങ്കിൽ, അവിടെ ഭക്തർക്ക് ടോയ്ലറ്റ് സൗകര്യം ഒരുക്കുന്ന കാര്യത്തിലാണെങ്കിൽ മുഴുവൻ പ്രശ്നങ്ങളിലും അവതാളമുണ്ടായി. ഇതുപോലെ അവതാളമുണ്ടായ അല്ലെങ്കിൽ താളപ്പിഴ ഉണ്ടായ ഒരു തീർത്ഥാടന കാലം കേരളത്തിലില്ലെന്ന് കേരളത്തിലെ മനുഷ്യ മനസാക്ഷി മുഴുവൻ അംഗീകരിച്ചൊരു സത്യത്തെ അത് സത്യമല്ലതാക്കി തീർക്കാൻ വേണ്ടി ഗീബൽസിന്റെ തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് എം വി ഗോവിന്ദൻ വന്നാലും മന്ത്രി രാധാകൃഷ്ണനെ രംഗത്തിറക്കി പ്രതിരോധിക്കാൻ ശ്രമിച്ചാലും ഇതൊന്നും ശരിയായി ഭവിക്കാൻ പോകുന്നില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും മിനിമം കേരളവും തമിഴ്നാടും കർണാടകവും ആന്ധ്രയും അടങ്ങുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്ക് അവർ രാഷ്ട്രീയത്തിന്റെ പരിപ്രേക്ഷ്യത്തിലല്ല ഈ കാര്യത്തെ കാണുന്നത്. വസ്തുതാപരമായി സ്വാനുഭവത്തിൽ അവർ കണ്ട കാര്യങ്ങൾ, അനുഭവിച്ച കാര്യങ്ങൾ അവർ ഒരിക്കലും ഈ സമീപകാലത്തൊന്നും അവർ മറക്കാൻ പോകുന്നില്ല. കേരളത്തിന് അപമാനമായി, കേരളത്തിൻ്റെ ഗവൺമെന്റിന്, നമ്മുടെ സംവിധാനങ്ങൾക്കാകെ അപമാനമായ വിധത്തിലാണ് ശബരിമല തീർത്ഥാടനത്തെ അലങ്കോലപ്പെടുത്തിയത്. അതിന് കേരളത്തിലെ മുഖ്യമന്ത്രിയും ഈ ഗവൺമെന്റും ജനങ്ങളോട് മാപ്പ് പറയണം. കഴിഞ്ഞ വർഷങ്ങളിലും ഇതേ തിരക്കുണ്ടായിരുന്നു. അതിന് മുൻപുള്ള വർഷങ്ങളിലും ഈ കോവിഡ് കാരണം തീർത്ഥാടനം നടക്കാതെ പോയ വർഷങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ വർഷങ്ങളിലും ഇതിനേക്കാൾ കൂടുതലോ തിരക്ക് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, കണക്കുകൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ കുറവാണ് ഭക്തരുടെ വരവ്. അപ്പോൾ എവിടെയാണ് പാളിച്ച പറ്റിയത്? അത് കൃത്യമായി ചൂണ്ടിക്കാണിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? നിങ്ങളുടെ സംഘം അവിടെ പോയതാണല്ലോ. ഈ തീർത്ഥാടന കാലത്തിന്റെ ആരംഭം മുതൽ അവിടെ താളപ്പിഴകളുണ്ട്. ആ ഡേ 1 മുതൽ തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇതെല്ലാം വാർത്തകളായി പുറത്തേക്ക് പോവുകയല്ലേ? എങ്ങനെ വരും? അതല്ലെങ്കിൽ ഈ ഗവൺമെന്റിന്റെയും ഈ ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെയും എല്ലാം, ഞാൻ ഇപ്പോഴത്തെ ഭരണസമിതി അംഗങ്ങളല്ല പറയുന്നത്, ഇവരുടെ കാഴ്ചപ്പാട് തന്നെ ഈ തീർത്ഥാടനത്തെ തകർക്കുന്ന വിധത്തിലാണ്. അത് കഴിഞ്ഞ 2 വർഷമായി ഗവൺമെന്റ് സമീപനം എല്ലാ ജനങ്ങൾക്കും അറിയാം. അപ്പൊ ഈ തീർത്ഥാടന കാലത്തിന്റെ ആദ്യ ദിവസം മുതൽ ഉണ്ടായ താളപ്പിഴകളും ക്രമക്കേടുകളും അവിടെ സൗകര്യമില്ലായ്മയും എല്ലാം ഈ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ അറിയുകയല്ലേ? അവരിൽ എത്ര ശതമാനം ആൾക്കാർ തിരിച്ചുപോയി? ഗവൺമെന്റ് കണക്കെടുക്കട്ടെ. പന്തളത്ത് വന്ന്, എരുമേലിയിൽ വന്ന്, റെയിൽവേ സ്റ്റേഷനിൽ വന്ന് വാർത്ത കേട്ട് ഭയചകിതരായി ജനങ്ങൾ എത്ര പേർ തിരിച്ചുപോയി? ആ കണക്കെടുക്ക്. എന്തുകൊണ്ടാണ് എല്ലാ വർഷവും 12 ദിവസം കഴിയുമ്പോൾ വരുമാനത്തിന്റെ കണക്ക്, തീർത്ഥാടകരുടെ എണ്ണത്തിന്റെ കണക്ക്, ഇതൊക്കെ ദേവസ്വം ബോർഡ് പുറത്തിറക്കുന്നതാണ്. അപ്പം അരവണ അത് വിറ്റതിന്റെ കണക്ക് ഇപ്പൊ എത്ര ദിവസമായി? എന്തുകൊണ്ടാണ് ഇന്ന് മാത്രം ഇവർ ഈ കണക്ക് പുറത്തുവിടുന്നത്? ഇവർ പരാജയപ്പെട്ടു. തീർത്ഥാടനം സംഘടിപ്പിക്കുന്നതിൽ ദേവസ്വം ബോർഡ് പരാജയപ്പെട്ടു. ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും മാത്രമേ പുതുതായി വന്നിട്ടുള്ളൂ. ഗവൺമെന്റ് പുതിയ സംവിധാനമല്ല, പഴയ സംവിധാനമാണ്. ഇതൊരു ഭരണ സംവിധാനമുണ്ട്, ജില്ലാ ഭരണകൂടമുണ്ട്, പോലീസുണ്ട്, ആരോഗ്യ വകുപ്പുണ്ട്, ജലസേചന വകുപ്പുണ്ട്, ഗതാഗത വകുപ്പുണ്ട്. ഇവരെല്ലാമാണ് ഇത് ഏകോപിപ്പിക്കുന്നത്. അതെല്ലാം ഉദ്യോഗസ്ഥന്മാരാണ് കൂടുതൽ ചെയ്യുന്നത്. അവരെ കൊണ്ട് ചെയ്യിക്കാൻ ഗവൺമെന്റ് കഴിഞ്ഞില്ല. ഗവൺമെന്റ് പ്രയോറിറ്റിയിൽ ശബരിമല ഉണ്ടായിരുന്നില്ല. അവരുടെ പ്രയോറിറ്റി അവരുടെ നവകേരള സദസ്സായിരുന്നു. ആർക്കും വേണ്ടാത്ത, ജനങ്ങൾ പുച്ഛിക്കുന്ന, എല്ലാവരെയും വിരട്ടിയും ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദം ചെലുത്തിയും മുഖ്യമന്ത്രിയുടെ ഈ രാജസദസ്സിലേക്ക് ആൾക്കാരെ കെട്ടി എഴുന്നള്ളിക്കാനല്ലാതെ കേരളത്തിലെ മുഖ്യമന്ത്രിക്കോ ദേവസ്വം മന്ത്രിക്കോ ഉദ്യോഗസ്ഥന്മാർക്കോ ദേവസ്വം ബോർഡിനോ ഈ ശബരിമല ഗൗരവമായ ഒരു പ്രശ്നമായി അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. അവരതിനെ ഗൗനിച്ചില്ല. അവർ യാതൊരു മര്യാദയും
കാണിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് തീർത്ഥാടകർ കുറഞ്ഞത്, വരവ് കുറഞ്ഞത്, അപ്പവും അരവണയുടെയും വിൽപ്പന കുറഞ്ഞത്. ഇവരിതിനെ അലങ്കോലപ്പെടുത്തി, ഇവരിതിനെ തകർത്തു. ഇവരുടെ ലക്ഷ്യം ശബരിമല തീർത്ഥാടനം ഇല്ലാതാക്കുക എന്നുള്ള ഈ ക്ഷേത്രത്തിലേക്ക് ഇതിനകത്ത് എം പി ഗോവിന്ദനും പറഞ്ഞ കാര്യം, അതുപോലെ തന്നെ ദേവസ്വം മന്ത്രിയും പറഞ്ഞ കാര്യം, അല്ലല്ല ഇത് ആവശ്യമില്ലാത്ത പ്രചാരണം നടക്കുന്നുണ്ട്. അതിന് ഈ ശബരിമല പ്രക്ഷോഭത്തിന്റെ സമയത്തെ കാര്യങ്ങൾ പോലും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്, അതിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ടാണ് പറയുന്നത് ഇങ്ങനെ ഭക്തരെ അകറ്റുന്നതിന് വേണ്ടിയുള്ള പ്രചാരണങ്ങളാണ് നടത്തുന്നത് എന്ന്. അതിൽ BJP സംഘപരിവാർ ശക്തികൾക്കൊപ്പം തന്നെയാണ് കോൺഗ്രസിന്റെയും UDFന്റെയും സ്ഥാനം എന്ന് തന്നെയാണ് ഇടത് കേന്ദ്രങ്ങൾ പറയുന്നത്. ഈ സംഘപരിവാർ മുൻപും ശബരിമലയെ ഒരു സുവർണാവസരമായി കാണണം എന്ന് ആവശ്യപ്പെട്ടവരാണ് BJP നേതാക്കൾ. അപ്പോൾ ആ രീതിയിൽ അവർ മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസും അതിനൊപ്പം നീങ്ങുകയാണോ എന്നാണ് എം വി ഗോവിന്ദന്റെ ചോദ്യം. എം വി ഗോവിന്ദന്റെ ചോദ്യം എത്ര അർത്ഥശൂന്യമായ ചോദ്യമാണ്. അദ്ദേഹം ഒരു അപ്പക്കച്ചവടക്കാരനാണ്. കേരളയിൽ വന്നാൽ അപ്പക്കച്ചവടം നടക്കും എന്നുള്ള വില കുറഞ്ഞ വാദങ്ങൾ ഉന്നയിച്ച് ജനങ്ങളുടെ പരിഹാസം വെച്ച് വാങ്ങിയ ആളാണ് അദ്ദേഹം. അതേപോലെ പരിഹാസമായ ഒരു വാദമാണിത്. ഞാൻ മഞ്ജുഷയോട് ചോദിക്കട്ടെ, മഞ്ജുഷേ, പ്രചാരം കൊണ്ടാണോ ഈ പ്രശ്നം ഉണ്ടായത്? കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്തെങ്കിലും പ്രചാരം അഴിച്ചു വിട്ടോ? ശബരിമലക്കെതിരായി, തീർത്ഥാടനത്തിനെതിരായി, ഈ ഗവൺമെന്റിനെതിരായി ഞങ്ങൾ എന്തെങ്കിലും അഴിച്ചുവിട്ടോ? എല്ലാ സംസ്ഥാനങ്ങളിലെ ജനങ്ങളല്ലേ പറയുന്നത്, അവരവരുടെ ഭാഷയിൽ അവർ വിളിച്ചു പറയുന്നത് മാധ്യമങ്ങളായി നിങ്ങൾ കണ്ടില്ലേ? നിങ്ങളല്ലേ ഈ ലോകത്തിന് മുൻപിൽ കൊണ്ടുവന്നത്? ഞങ്ങളുടെ പ്രചരണം കൊണ്ടാണോ? എവരെന്താണ് കരുതി? എവരുടെ എല്ലാ കൊള്ളരുതായ്മകളും കണ്ണും കാതും പൂട്ടി ഞങ്ങൾ മിണ്ടാതിരിക്കണമെന്നോ? അതെന്ത് മര്യാദകളാണ്? ഞങ്ങളെ കൊണ്ടത് കഴിയില്ല. ശബരിമല തീർത്ഥാടനത്തെ ഇവർ തകർക്കാൻ ശ്രമിച്ചു. CPMന്റെ ലക്ഷ്യമാണത്. എം വി ഗോവിന്ദനോ പിണറായി വിജയനോ അല്ലെങ്കിൽ അവരുടെ ഭരണ സംവിധാനത്തിനോ ദൈവവിശ്വാസമില്ല. അവർ ഈശ്വരനെ അംഗീകരിക്കുന്നില്ല, ക്ഷേത്രങ്ങളെ വിശ്വസിക്കുന്നില്ല. അവർക്ക് പിന്നെ എങ്ങനെയും ആകാം. അവരുടെ പ്രയോറിറ്റി അവർ തീരുമാനിച്ചത് ശബരിമല അല്ല എന്നാണ്. അവരുടെ പത്തനംതിട്ട ജില്ലയാണ് ശബരിമല. എന്തായാലും ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ വരുമാനത്തിൽ കുറവ് വരരുത് എന്ന കാര്യത്തിൽ ഒരു നിഷ്കർഷം എന്തായാലും ഉണ്ടാവുമല്ലോ ദേവസ്വം ബോർഡിന്. അതുകൊണ്ട് തന്നെയാണല്ലോ ഈ അയ്യപ്പ ഭക്തരുടെ വരവ് കുറയ്ക്കുന്ന രീതിയിൽ ഈ വെർച്വൽ ക്യൂവിൽ കുറവ് വരുത്താൻ ദേവസ്വം ബോർഡ് താല്പര്യപ്പെടാതിരുന്നതും. ആദ്യം അയ്യപ്പ ഭക്തർ കുറഞ്ഞാൽ സ്വാഭാവികമായിട്ടും വരവ് കുറയും. അത് ദേവസ്വം ബോർഡ് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. പിന്നെ എന്തിന് ഈ ശബരിമലയിലേക്കുള്ള അയ്യപ്പ ഭക്തരുടെ വരവ് കുറയ്ക്കാൻ മനഃപൂർവ്വം ഒരു തീരുമാനമെടുത്തു, അല്ലെങ്കിൽ അട്ടിമറിച്ചത് സ്വയമുള്ള അട്ടിമറിയാണ് എന്നൊക്കെയുള്ള വിമർശനങ്ങളിലേക്ക് വരുന്നത് UDF? അങ്ങനെ സ്വയം തകർക്കുകയില്ലല്ലോ, അവിടെ വരുമാനത്തിന്റെ ഇടിവുണ്ടാവും. അല്ല, താങ്കൾ പറഞ്ഞ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് വരുമാനം കുറയരുതെന്ന് ആഗ്രഹിക്കുന്ന ദേവസ്വം ബോർഡെന്ന് താങ്കൾ വിവക്ഷിക്കുന്നത് ആ ദേവസ്വം ബോർഡിലെ സാധുക്കളായിട്ടുള്ള ജീവനക്കാരാണ്. അവരെല്ലാം നയം സ്വീകരിക്കുന്നത്, അവരെല്ലാം നടപടിയെടുക്കേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, ശബരിമലയിൽ ഒരു താളപ്പിഴ ഉണ്ടായാൽ, ശബരിമലയാണ് കേരളത്തിലെ ദേവസ്വം മന്ത്രിയുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി ആകേണ്ടത് ശബരിമലയാണ്. ആ മനുഷ്യൻ എവിടെ പോയി? അയാളെ എന്തുകൊണ്ട് ജയിലിൽ അടച്ചിട്ടു? ഒരാഴ്ചക്കാലം എന്തുകൊണ്ട് അയാളെ ഇങ്ങോട്ട് വിട്ടില്ല? എന്തുകൊണ്ട് പത്തനംതിട്ട ജില്ലയിലെ മന്ത്രി വീണ ജോർജിനെ എന്തുകൊണ്ട് അവിടേക്ക് വിട്ടില്ല? എന്തുകൊണ്ട് ഉന്നത ഉദ്യോഗസ്ഥന്മാർ അവിടെ പോയില്ല? എന്തുകൊണ്ട് DGP പോയില്ല? എന്തുകൊണ്ട് ചീഫ് സെക്രട്ടറി പോയില്ല? ഈ പ്രശ്നം ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നുകൂടുന്ന ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ താളപ്പഴ ഉണ്ടാകുമ്പോൾ അവിടെ എന്ത് ദുരന്തവും ഉണ്ടാകാം. ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയില്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും ഈ ഗവൺമെന്റിനും? അവർ വിവേകപൂർവ്വം ചിന്തിക്കട്ടെ, അവർ നടപടിയെടുക്കട്ടെ. എന്തുകൊണ്ട് എടുത്തില്ല? മുഖ്യമന്ത്രി ജാഥയുമായി പോകട്ടെ, ദേവസ്വം മന്ത്രി ഈ ജാഥയിൽ പോയിട്ട് എന്തുണ്ടാക്കാനാണ്? എന്ത് മെച്ചമുണ്ടാക്കാനാണ്? ആ മനുഷ്യനെ എന്തുകൊണ്ട് ശബരിമലയിലേക്ക് വിട്ടില്ല ഈ ഗവൺമെന്റ്, ഈ മുഖ്യമന്ത്രി? അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇത് രാഷ്ട്രീയ പ്രേരിതമായ ചോദ്യമല്ല, ഇത് ജനങ്ങളുടെ സാമാന്യ ബുദ്ധിയിൽ ഉയർന്നു വരുന്ന ചോദ്യമാണ്. അതുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് അവരുടെ ചെയ്തികൾ ബോധപൂർവമാണ്. ശബരിമലയെ തകർക്കുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യം, മറ്റൊരു ലക്ഷ്യം ഇതിന്റെ പിന്നില്ല. ഈ പകയാണ്. ഒരു സ്ത്രീ പ്രവേശവുമായി ഉണ്ടായിട്ടുള്ള സംഭവത്തിൽ CPMന് പുറകോട്ടടിക്കേണ്ടി വന്നു, പിൻകാൽ ചവിട്ടേണ്ടി വന്നു, തിരിച്ചു പോകേണ്ടി വന്നു. അതുകൊണ്ടാണല്ലോ നവോത്ഥാനം കൊണ്ടുവന്നത്. ആ നവോത്ഥാനം പാളിപ്പോയപ്പോഴാണല്ലോ ഇപ്പൊ നവകേരള ജാഥ കൊണ്ടുവരുന്നത്. ഇതെല്ലാം തട്ടിപ്പാണ്. ജനങ്ങളെ ചൂഷണം ചെയ്തും കൊള്ളയടിച്ചും അവരുടെ സാമാന്യമായ ബുദ്ധിയെ പരിഹസിച്ചും നടത്തുന്ന ഈ വാദമുഖങ്ങൾ കേരളത്തിലെ ജനങ്ങൾ പുച്ഛിച്ചു കഴിഞ്ഞു.